ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരായ ബലാത്സംഗ കേസിൽ പരാതിക്കാരിക്ക് പിന്തുണയുമായി സമരം നടത്തിയ കുരുവിലങ്ങാട് 3 കന്യാസ്ത്രീകൾ മഠം വിട്ടു. 2014 മുതൽ 2016 വരെ കാലയളവിൽ 13 തവണ പീഡിപ്പിച്ചെന്നായിരുന്നു മഠം അന്തേവാസിയായ കന്യാസ്ത്രീയുടെ പരാതി. മിഷണറീസ് ഓഫ് ജീസസ് സന്യാസ സഭാംഗങ്ങളും കുരുവിലങ്ങാട് നാടുകുന്ന് സെയിന്റ് ഫ്രാൻസിസ് മിഷൻ ഹോമിലെ അന്തേവാസികളുമായിരുന്ന സിസ്റ്റർ നീന റോസ്, സിസ്റ്റർ അനുപമ, സിസ്റ്റർ ജോസ്ഫൈൻ എന്നിവരാണ് കന്യാസ്ത്രീ വേഷം ഉപേക്ഷിച്ചത്. അനുപമ IT സ്ഥാപനത്തിൽ ഡേറ്റ എൻട്രി ഓപ്പറേറ്ററായി ജോലി ചെയ്യുകയാണ്. ഇപ്പോൾ മഠത്തിൽ നിന്ന് 1.5 മാസം മുൻപാണ് അനുപമ ആലപ്പുഴ പള്ളിപ്പുറത്തെ വീട്ടിലേക്ക് എത്തിയത്. MSW ബിരുദധാരിയാണ് അനുപമ. പരാതിക്കാരിയടക്കം 6 കന്യാസ്ത്രീകളാണ് മഠത്തിൽ ഉണ്ടായിരുന്നത്. 3 പേർ മഠത്തിൽ തുടരുന്നുണ്ട്. പല സമയങ്ങളിലായാണ് ഇവർ കന്യാസ്ത്രീ വേഷം ഉപേക്ഷിച്ചതെന്ന് അറിയപ്പെടുന്നു. 3 പേരും ഇപ്പോൾ അവരവരുടെ വീടുകളിലാണ്. കോൺവെന്റിൽ തുടരുന്നതിന് മാനസിക സമ്മർദ്ദമാണ് മഠം വിടാൻ പ്രേരിപ്പിച്ചത് എന്നാണ് അടുപ്പമുള്ളവർ പറയുന്നത്. സിസ്റ്റർ നീനയ്ക്ക് ഇടയ്ക്ക് വാഹനാപകടം സംഭവിച്ചിരുന്നു. ഏറെ നാൾ ചികിത്സയിലായിരുന്നതിനാൽ സാമ്പത്തിക ബുദ്ധിമുട്ടും നേരിട്ടു. മഠം വിടുന്ന കാര്യം ജലന്ധർ രൂപതയെയും കോൺവെന്റ് അധികൃതരെയും അറിയിച്ചിരുന്നു. ജലന്ധർ രൂപത ബിഷപ്പ് മഠത്തിലെത്തി ഇവരോട് സംസാരിക്കുകയും ചെയ്തതായി സേവ് അവർ സിസ്റ്റേഴ്സ് കൂട്ടായ്മ പ്രതിനിധി പറഞ്ഞു. 3 പേരും മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. മഠത്തിൽ നിലവിലുള്ള പരാതിക്കാരിയും 2 സിസ്റ്റർമാരും തയ്യൽ ജോലി ചെയ്താണ് ദൈനംദിന കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നത്. കത്തോലിക്ക സഭയെ പിടിച്ചുകുലുക്കിയ കേസായിരുന്നു ഇത്. 2014 മുതൽ 2016 വരെയുള്ള കാലയളവിൽ 13 തവണ തന്നെ പീഡിപ്പിച്ചു എന്നായിരുന്നു മഠം അന്തേവാസിയായ കന്യാസ്ത്രീയുടെ പരാതി. കുരുവിലങ്ങാട് പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. 2018 സെപ്റ്റംബറിൽ ബിഷപ്പ് അറസ്റ്റിലായി. കോട്ടയം ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതിയിലെ അടച്ചിട്ട മുറിയിൽ 105 ദിവസം നീണ്ട വിചാരണ നടപടികൾക്കു ശേഷം 2022 ജനുവരി 14 ബിഷപ്പിനെ വെറുതെ വിടുകയായിരുന്നു. ലൈംഗിക പീഡന കേസിൽ അറസ്റ്റിലായി വിചാരണ നേരിട്ട രാജ്യത്തെ ആദ്യത്തെ കത്തോലിക്ക ബിഷപ്പായിരുന്നു ഫ്രാങ്കോ മുളയ്ക്കൽ.